അതേപോലെ തന്നെ ഈ ഹാർഡ് വർക്ക് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ഭാവിയിൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കൂടുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് ACCA ചൂസ് ചെയ്തുകൂടാ? എന്തുകൊണ്ട് കുറച്ച് കൂടുതൽ ഹാർഡ് വർക്ക് ഇട്ടുകൂടാ? അപ്പോൾ എനിക്ക് ACCA കണ്ടിന്യൂ ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് എൻ്റെ പാരൻസ് തന്നെയാണ്. ഒരു വലിയ സപ്പോർട്ട് തന്നെയാണ് ഞാനിപ്പോഴും ACCA ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ സപ്പോർട്ട് എന്ന് വെച്ചാൽ അവർ ഫൈനാൻഷ്യലായിട്ടും മെൻ്റലി ആയിട്ടും അവർ നമുക്ക് നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫൈനാൻസ് ഫീൽഡിലാണ്. ആൻഡ് എനിക്കൊരു ബിസിനസ് വുമൺ ആവണമെന്നും ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ പാരൻസിൻ്റെ ആഗ്രഹമെല്ലാം എനിക്ക് സാധിച്ചു കൊടുക്കണം. ACCA 180+ കൺട്രീസ് റെക്കഗ്നൈസ്ഡ് ആണ്. അതേപോലെ തന്നെ വൈഡ് വെറൈറ്റീസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് ACCA എടുക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നത്. ഇവിടുത്തെ വെൽ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞെങ്കിൽ വീക്ക്ലി എക്സാംസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം പഠിച്ചെന്ന് നമുക്ക് ആ ഒരു സ്റ്റഡീസ് എല്ലാം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റഡീസ് എല്ലാം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ പേപ്പേഴ്സും പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോവാം. അതേപോലെ തന്നെ ഇനി ഏത് ടോപ്പിക്ക് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യണം, ഏത് നമ്മൾ ചെയ്യണ്ട, അതേപോലെ തന്നെ ഏതാണ് നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്, അതെല്ലാം നമുക്ക് കൂടുതൽ ഈ ഒരു വീക്ക്ലി എക്സാമിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ACCA എന്ന് പറയുമ്പോൾ ലോട്ട്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പം നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ഇടാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും.